ക്യാമറ റോളിംഗ് സർ ആക്ഷൻ. മോഹൻലാൽ 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 തുടരും. പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ്. പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാൻ കഴിയണം. കണ്ണെത്തുന്നിടത്ത് കൈയും, കൈയെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവത്തുന്നിടത്ത് രസവും ഉണ്ടാവണം. അതാണ് അഭിനയം. മ്യൂസിക് പിന്നെ ലാലേട്ടൻ അടിപൊളി പടം 101%. ഇതാണ് മോഹൻലാല്, ഇതാണ് സിനിമ. ഇത് നോക്കിയടാ രോമ എന്നേക്കുന്നത്. ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. ഏത് മറ്റേ മാസിനോ മുണ്ടോ അടങ്ങി കുത്തലിനോ ഇൻട്രോയ്ക്ക് അതൊന്നല്ല. ഇപ്പൊ ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ? 2013 ദൃശ്യത്തിന് ശേഷം 2025 തുടരും. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. ഒരു രക്ഷയില്ല. അടിപൊളിയാണെന്ന് അന്യായം. ഇതുപോലൊരു പടം മോഹൻലാലിന്റെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഫാമിലി പടം കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഊണ് കഴിക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി കിട്ടിയെന്ന് പറയത്തില്ലേ, അമ്മ ഒരു എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. എന്നാണ് വേറെ ലെവൽ സാധനം, എക്സ്ട്രാ ഓർഡിനറി മാൻ, പൊള്ളി സാധനം. പടം മെഗാ ഹിറ്റ് അല്ലേ? ശരിക്കും വഴിവെട്ടി വന്നവനാണ്. പടം എന്ന് പറഞ്ഞ ഇതാ, നിങ്ങൾ കയറി കണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ പൈസ തരും. ലാലേട്ടൻ പൊളിച്ച് തിമിർത്ത് തകർത്ത്. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. സൂപ്പർ ഹിറ്റ്. പേടിക്കണ്ട, ഞാൻ മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്.